പിന്നെ 5 ഫോർമുല, ആ 5 ഫോർമുലയും ഇതിന്റെ ഈ ഡയഗ്രാം, ഇതിന്റെ ജസ്റ്റ് ഈ ബേസിക് പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ തിയറി അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് നിനക്ക് അറിയെങ്കിൽ എന്താണ് ആരെ പേടിക്കാനില്ല. പ്രൊജക്റ്റിൽ എങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ചോദിച്ചാലും നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഗൈൻ വീണ്ടും നമ്മൾ ലേൺലിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അതായത് നീറ്റും ജെയ് എക്സാം ഒക്കെ അടുത്തടുത്ത് വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് നീറ്റിനും ജെയ്ക്കും ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ചാനൽ വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ, 5 ക്വസ്റ്റ്യൻ നീറ്റിൽ നിന്നായിരിക്കും, 5 ക്വസ്റ്റ്യൻ എന്തായിരിക്കും ജെയ്ന്നായിരിക്കും. ഫിസിക്സിന്റെ മാത്രം വേറൊന്നുമില്ല. ഫിസിക്സിന്റെ ജെയ് മെയിനിന്റെയും ജെയിൻ അഡ്വാൻസിന്റെ ആദ്യം ജെയ് മെയിൻ സോൾവ് ചെയ്യും. ജെയ് മെയിന്റെ ഫുൾ ജെയ് മെയിൻ ആയിക്കോട്ടെ, ഫുൾ ജെയ് മെയിന്റെ ഒരു 5 ക്വസ്റ്റ്യൻ, നീറ്റിന്റെ പ്രീവിയസ് എന്താ ഒരു 5 ക്വസ്റ്റ്യൻ ഡെയിലി. ഓക്കെ, ഡെയിലി 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്താക്കാൻ പോകുന്നത്, അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് എവിടുന്ന് തുടങ്ങടാ? നമുക്ക് പ്ലസ് 1 തന്നെ തുടങ്ങാം. പ്ലസ് 1 എന്നാണെങ്കിൽ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ വേണ്ട, സിമ്പിൾ ആണ്. മോൾസിന്റെ സ്ട്രെയിറ്റ് ലൈനും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ എന്നെ പ്ലെയിൻ അങ്ങ് തുടങ്ങാം. അതുകൊണ്ടല്ലേ വെക്ടർ കയറി വരുന്നത്. വെക്ടർ കയറുമ്പോഴാണ് നമുക്ക് ഫിസിക്സ് പൊതുവെ എന്തായിട്ട് മാറുന്നത്, ടഫായിട്ട് മാറുന്നത് അല്ലെ. 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ് വളരെ സിമ്പിളാ. തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ, സിമ്പിളായിട്ട് ആ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പഠിച്ച് കഥ പോലത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് പോയാൽ A+ കിട്ടും. ഓക്കെ, പ്ലസ് 1 പ്ലസ് 2 ഫിസിക്സ് പൊതുവെ ഹാർഡ് ആകുന്നതിന്റെ റീസണും എന്താണ്, ഈ വെക്ടർ എന്നുള്ള ക്വാണ്ടിറ്റി കയറി വരുന്നതുകൊണ്ടാണ്. സോ വെക്ടർ തന്നെ പിടിക്കാം. വെക്ടർ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ത് പിടിക്കാം, വെക്ടറിന്റെ പ്രൊജക്റ്റൈൽ അങ്ങ് തുടങ്ങാം. പ്രൊജക്റ്റൈൽ മോഷന്റെ ഒരു 10 പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. പ്രൊജക്റ്റൈൽ മോഷന്റെ 10 പ്രോബ്ലം. എടാ, പ്രൊജക്റ്റൈൽ മോഷന്റെ ഏത് പ്രോബ്ലം നമ്മളോട് ജെയ്ക്ക് ആയിക്കോട്ടെ നീറ്റിന് ആയിക്കോട്ടെ ചോദിച്ചോട്ടെ, നമുക്കൊന്നും പേടിക്കാനില്ല. അത്യാവശ്യം ട്രിഗണോമെട്രിന്റെ ഐഡന്റിറ്റി നിനക്ക് അറിയാമെങ്കിലും പിന്നെ 5 ഫോർമുല, ആ 5 ഫോർമുലയും ഇതിന്റെ ഈ ഡയഗ്രാം, ഇതിന്റെ ജസ്റ്റ് ഈ ബേസിക് പ്രിൻസിപ്പിളും അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ തിയറി അല്ലെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് നിനക്ക് അറിയെങ്കിൽ എന്താണ് ആരെ പേടിക്കാനില്ല. പ്രൊജക്റ്റിൽ എങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ചോദിച്ചാലും നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 ഇക്വേഷൻ മതി ബേസിക് ആയിട്ട്, ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്തോളൂ. 5 ബേസിക് ഇക്വേഷനും അതിന്റെ ആ ഡയഗ്രാം നമുക്ക് ഉണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും, പ്രൊജക്റ്റൈൽ മോഷൻ സിമ്പിൾ ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഡയഗ്രാം വരക്കാതെ അല്ലേ. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ ഡയഗ്രാം വരക്കുമ്പോൾ എക്സ് ആക്സും വരക്കലുണ്ട്, എന്തും വരക്കലുണ്ട്, വൈ ആക്സും വരക്കും അല്ലെ. എക്സ് ആക്സും വരക്കും, വൈ ആക്സും വരക്കും. ഇതാണ് നമ്മളെ പ്രൊജക്റ്റൈൽ പാത്ത്, പരാബോളിക് പാത്ത് എന്നറിയാം. 3 പോയിന്റ് എ ബി സി അല്ലെ. ബിനെ വിളിക്കുന്ന പേരെന്താ, ഹയസ്റ്റ് പോയിന്റ് ആണ്. എ എന്താ, എ ഇനീഷ്യൽ പോയിന്റ് ആണ്. സോ ഇനീഷ്യൽ പോയിന്റിലെ വെലോസിറ്റി യു എന്ന് കൊടുത്ത് അതിനെ കമ്പോണന്റ് ആക്കണം. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് യു കോസ് തീറ്റ ഉണ്ടാവടാ, മുകളിലോട്ടേക്ക് എന്താ ഉണ്ടാവുക, യു സൈൻ തീറ്റയാണ്. ഹയസ്റ്റ് പോയിന്റിൽ ആര് മാത്രമേ ഉണ്ടാവൂ, ഹയസ്റ്റ് പോയിന്റില് യു കോസ് തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി സി എന്നുള്ള പോയിന്റിൽ എത്തിയാൽ 2 കമ്പോണന്റ്, ഒന്ന് താഴോട്ടും ഒന്ന് ഹൊറിസോണ്ടലും ആയിട്ടും. ഇത് നമ്മളെ യു ആണ്. ഇത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ, യു കോസ് തീറ്റ, യു സൈൻ തീറ്റ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എ ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ റഫ് ഡയഗ്രം. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചേക്കണം, യു കോസ് തീറ്റയുടെ വാല്യൂ എല്ലാ സമയവും കോൺസ്റ്റന്റ് ആണ്. എല്ലാ സമയം കോൺസ്റ്റന്റ് മീൻസ് എന്താ, യു കോസ് തീറ്റയുടെ വാല്യൂ കൂടുകയില്ല കുറയില്ല. ബിക്കോസ് എന്താ, ദർ ഇസ് നോ ആക്സിലറേഷൻ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഞാൻ പറയാനടാ, ഇനീഷ്യലി യുവിന്റെ വാല്യൂ 10 ആണ്. യു കോസ് തീറ്റ നമ്മൾ അസ്യൂം ചെയ്യാണ് 8 ആണെങ്കിൽ യു സൈൻ തീറ്റ എന്താ 6 ആയിരിക്കും. കാരണം അതിന്റെ രണ്ടിന്റെ വെക്ടർ സം എടുത്താൽ 10 കിട്ടണം. ആംഗിൾ 90 ഡിഗ്രി. സോ 8 6 എന്നുള്ള പെയർ പോസിബിൾ ആണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഈ യു കോസ് തീറ്റ 8 എന്നുള്ള വാല്യൂ, യു കോസ് തീറ്റന്റെ വാല്യൂ എയിൽ എത്രയാണ്, 8 ആണ്. ആ വാല്യൂ തന്നെയായിരിക്കും ഇവിടെ നിങ്ങൾ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും. ദാറ്റ് മീൻസ് എയിലെത്തിയാലും ബിയിലെത്തിയാലും സിയിലെത്തിയാലും യു കോസ് തീറ്റയുടെ വാല്യൂ എത്ര തന്നെയാ, 8 തന്നെ. ഞാൻ ഇവിടെ ഒരു പി എന്നുള്ള പോയിന്റ് എടുത്ത് അവിടെ എത്തുമ്പോൾ യു കോസ് തീറ്റയുടെ വാല്യൂ 8 തന്നെയാണ്. ഇവിടെ ഒരു ക്യൂ എന്നുള്ള ഒരു പോയിന്റ് എടുത്ത് അവിടെ എത്തുമ്പോൾ യു കോസ് തീറ്റയുടെ വാല്യൂ എത്ര തന്നെയാ, 8 തന്നെയാ. But in the case of u sin theta, that means in the case of vertical velocity, initially its velocity gradually decreases. That is, from A to B, its velocity gradually decreases. And at the highest point B, its value become 0. അതായത് എടാ ഒന്നുമില്ല, എ മുതൽ ബി വരെ പോകുമ്പോ
യു സൈൻ തീറ്റേന്റെ വാല്യൂ, അതായത് ഇനീഷ്യലി യു സൈൻ തീറ്റേന്റെ വാല്യൂ എത്രയായിരുന്നു? 6 ആണ്. ഈ 6 എന്നുള്ള വാല്യൂ പതിയെ കുറയാൻ തുടങ്ങടാ. 6 5 ആവും, 4 ആവും, 3 ആവും, 2 ആവും, 1.4 ആവും, 1 ആവും, അവസാനം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം there is a acceleration in vertically downward direction. That means ഒന്നും ആലോചിക്കാനില്ല, വണ്ടീന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്ത പോലെ ആക്സിലറേഷൻ താഴോട്ടേക്ക്, ബോഡി മുകളിലോട്ടേക്ക് പോകുന്നു. ഒന്നുമില്ല. പ്രാക്ടിക്കൽ സിറ്റുവേഷൻ വെച്ചാൽ വണ്ടിക്ക് ആക്സിലേറ്റർ ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്ത പോലെയാണ്. വണ്ടിക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്തത് സംഭവിക്കുക, സ്പീഡ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വണ്ടി എന്താവും? സ്റ്റോപ്പ് ആവും. അതെവിടെയാണ് സംഭവിക്കുന്നത്? എ മുതൽ ബി വരെ പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 0 ആയിട്ട് മാറും. എന്നാൽ നേരെ തിരിച്ച് ബി ടു സി ആണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. കാരണം ബി ടു സി എന്ന് പറയുമ്പോൾ ബോഡി എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? താഴോട്ടേക്ക്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും താഴോട്ടേക്ക്. വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്ത പോലെ ഉണ്ടാവുക. വണ്ടിക്ക് ആക്സിലറേറ്റർ കൊടുത്താൽ ഇതിന്റെ സ്പീഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പം ബി ടു സി എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ പതിയെ കൂടി ഇനീഷ്യലി എത്രയാണോ 6 ആയതുകൊണ്ട് എന്താവും? 6 എന്നുള്ള വാല്യൂ തന്നെ എത്തും. വെറുതെ ഒന്നും പറയാനില്ല. യു കോസ്റ്റീറ്റയുടെ വാല്യൂ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. യു സൈൻ തീറ്റ ആദ്യം കുറഞ്ഞ് ബി 0 ആയിട്ട് മാറി ബി ടു സി എന്ന് പറയുമ്പോൾ ഇതിന്റെ വാല്യൂ വീണ്ടും എന്താവും? കൂടി വരും. ബിക്കോസ് ദർ ഇസ് എ വെർട്ടിക്കൽ ആക്സിലറേഷൻ. ഹൊറിസോണ്ടൽ സൈഡിൽ എന്തില്ല? ആക്സിലറേഷൻ. ഈ കൺസെപ്റ്റ് അറിയണം, ഈ ചിത്രം അറിയണം. പിന്നെ 5 ഫോർമുല 3 ബേസിക്കാ, അല്ലെ 4 ബേസിക് ആണ്. ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ എത്രയാ? 2u sin theta by g ആണ് കേട്ടോ. ഇനി എക്സ് മാക്സിമം ഹൈറ്റ്, എച്ച് എന്ന് വെച്ചാൽ എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. അല്ലെ? ആ കല്ല് ട്രാവൽ ചെയ്ത മാക്സിമം ഹൈറ്റുള്ള എക്സ്പ്രഷൻ ചോദിച്ചാൽ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, ഈ പ്രൊജക്ടൈൽ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈമിനെ വിളിക്കുന്ന പേരാ എന്ത്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഞാൻ പറയാണ്, ഞാൻ ഇവിടുന്ന് അങ്ങാടിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റിനൊക്കെ തണ്ണിമത്ത് എറിയുന്ന കാണാം, അല്ലേ? അതൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ അറിയാം. ഇനി ജാവലിൻ ത്രോയിൽ ജാവലിൻ എറിയുന്ന കാണാം, അതൊക്കെ ഒരു പ്രത്യേക ആംഗിളിൽ അറിയുന്നത്. ആ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയാം. ഈ ഞാനിപ്പോൾ മത്തങ്ങ എറിയാണെങ്കിൽ മത്തങ്ങ താഴെ പോകാൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ മത്തങ്ങ ഗ്രൗണ്ട് ലെവലിലേക്ക് തിരിച്ചെത്താൻ എടുക്കുന്ന ടൈം, അതിനെയാണ് എന്ത് വിളിക്കുക? അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. ഞാൻ പറയാണ്, ഇപ്പോൾ ഇവിടുന്ന് ഈ മാർക്കർ എറിഞ്ഞിട്ട് ഇങ്ങനെ പരാബോളിക് പാത്ത് പോയിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാൻ എത്തുന്ന സമയം 12 സെക്കൻഡ് ആണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാ? 12 സെക്കൻഡ് ആണ്. അതിന്റെ എക്സ്പ്രഷൻ ആണ് എന്ത്? ടി ഈസ് ഈക്വൽ ടു 2u sin theta by g. മാക്സിമം ഹൈറ്റിന്റെ എക്സ്പ്രഷൻ ആണ് എന്ത്? h is equal to u square sin square theta divided by 2g. ഇനി ഹൊറിസോണ്ടൽ റേഞ്ചിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം, u square sin 2 theta divided by എന്താണ്? g ആണ്. ഇത് 3 ഫണ്ടമെന്റൽ ഇക്വേഷനാ. നിങ്ങൾ ഡിറൈവ് ചെയ്യും. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഈ 3 ഇക്വേഷൻ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഇനി പരാബോളിക് പാത്ത് അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷന്റെ പരാബോളിക് പാത്താന്നറിയാം. ആ പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത് ഓഫ് ദി ഒബ്ജക്റ്റ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. y is equal to ഓർമ്മിച്ചേക്കാണ് tan theta into x minus half gx square divided by u square cos square theta. y is equal to tan theta into x minus half gx square divided by u square cos square theta. ഒന്നുമില്ല. u means initial velocity, theta means എന്താ? angle of projection. ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് അല്ലടാ. x എന്താ? പൊസിഷന്റെ വേരിയബിൾ ആണ്. എക്സ് ആക്സിന് കാണിക്കാൻ വേണ്ടി. y എന്ന് വെച്ചാൽ എന്താ? വെർട്ടിക്കൽ റീഡിങ്. ദാറ്റ് മീൻസ് എന്താ? y ആക്സിലെ റീഡിംഗ് ആണ്. സോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് പ്രൊജക്ടൈൽ എന്ന് വെച്ചാൽ y is equal to tan theta x minus half gx square u square cos square theta ആണ്. ഇനി ഇത് 3 കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്, അത് കൂടി ഓർമ്മിച്ചേക്കാം, എന്നാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ടൈം ഓഫ് ഫ്ലൈറ്റിനെയും ഹൊറിസോണ്ടൽ റേഞ്ചിനെയും മാക്സിമം ഹൈറ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്കണം. gt square is equal to 2r tan theta is equal to 8h. ചില ക്വസ്റ്റ്യനിൽ ടി ആ തരിക, നിങ്ങളോട് h കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെയാണെങ്കിൽ എന്ത് ഇക്വേറ്റ് ചെയ്യാം? gt square is equal to 8h ഇക്വേറ്റ് ചെയ്യാം. ചില പ്രോബ്ലത്തില് 6 തരും, 6ഉം ആംഗിൾ ഓഫ് പ്രൊജക്ഷനും തരും. എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കും, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഒന്നുമില്ല, 2r tan theta ഈക്വൽ ടു എന്ത് ഇക്വേറ്റ് ചെയ്യാം? 8h ഇക്വേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഇനി നമ്മൾ എന്താ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താക്കാൻ പറ്റുകയാണ്? സോൾവ് ചെയ്യാൻ പോവാണ്.